ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീം കോടതിയുടെ വിശാല ഭരണഘടനാ ബെഞ്ചിൽ ഇന്നും വാദം തുടരും. കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദങ്ങൾ ഉന്നയിക്കും. ശബരിമല യുവതീ പ്രവേശനത്തിൽ കോടതിയുടേത് തെറ്റായ വിധിയെന്നും ഇത് തിരുത്തണമെന്നും കേന്ദ്രത്തിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇന്നലെ വാദിക്കുകയുണ്ടായി. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. പറയൂ അച്യുതൻ, വിശദാംശങ്ങൾ പറയൂ. കേരളത്തിൽ പൊതുവെ ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഏറെ നിർണായകമാണ് ശബരിമല യുവതി പ്രവേശനത്തിലെ ഈ സുപ്രീം കോടതി നടപടികൾ. ഇന്നലെ ഈ കേന്ദ്രമാണ്, അതായത് ഈ ശബരിമല യുവതി പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നവരുടെ വാദം അത് കേന്ദ്ര സർക്കാരാണ് ഇന്നലെ തുടക്കമിട്ടത്. ആ വാദം ഇന്നലെ വൈകിട്ട് പൂർത്തിയായെങ്കിലും ഇന്ന് വീണ്ടും കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദങ്ങൾ ഉന്നയിക്കും. പ്രധാനമായും ആചാരങ്ങളും അതിന്റെ പല രീതികളും മുൻനിർത്തിയായിരുന്നു കേന്ദ്ര സർക്കാർ ഇന്നലെ വാദങ്ങൾ ഉന്നയിച്ചത്. അതായത് ഇന്ത്യയെ സംബന്ധിച്ച ഈ മതങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ഒരു വൈവിധ്യവും ബഹുസ്വരതയും ഉണ്ട്. അപ്പോൾ ഈ ആചാരങ്ങളെ ആ രീതിയിൽ കാണണം എന്ന തരത്തിലാണ് ശബരിമല യുവതി പ്രവേശനത്തെ അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ വാദങ്ങൾ മുൻനിർത്തിയത്. കോടതിയുടെ വിധി തെറ്റാണെന്നും അത് തിരുത്തണമെന്നും കേന്ദ്ര സർക്കാർ ഇന്നലെ ആവർത്തിക്കുക ഉണ്ടായി. മാത്രമല്ല, ഈ നിലവിൽ 7 ചോദ്യങ്ങളിൽ മാത്രമാണ് കേന്ദ്ര സർക്കാർ വാദങ്ങൾ ഉന്നയിക്കുന്നത്. അതിന് മുകളിലേക്ക് അല്ലെങ്കിൽ അത് കടന്നുകൊണ്ടൊരു വാദങ്ങൾ ഉന്നയിക്കാൻ താല്പര്യമില്ല എന്ന കാര്യവും സോളിസിറ്റർ ജനറൽ അറിയിക്കുകയുണ്ടായി. പക്ഷേ ഇന്നലെ ഈ വാദങ്ങൾക്കിടയിൽ പല നിരീക്ഷണങ്ങൾ, സുപ്രധാന നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതും ശ്രദ്ധേയമാണ്. അതിൽ ജസ്റ്റിസ് BV നാഗരത്ന ഉന്നയിച്ച ചില നിരീക്ഷണങ്ങൾ, പ്രധാനമായും ഈ ആർത്തവ സമയത്ത് ഇന്നും സ്ത്രീകൾക്ക് തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നു എന്ന ജസ്റ്റിസ് BV നാഗരത്നയുടെ നിരീക്ഷണം അത് ഏറെ സുപ്രധാനപ്പെട്ട ഒന്നായിരുന്നു. കൂടാതെ തന്നെ ഈ സാമൂഹ്യ തിന്മ എന്ന് പറയുന്നത് ആചാരമായി വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ കോടതിക്ക് ഇടപെടാനാകും എന്ന കാര്യവും ജസ്റ്റിസ് BV നാഗരത്ന പറയുകയുണ്ടായി. അപ്പോൾ അത്തരം നിരീക്ഷണങ്ങളും ഇന്നലെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഇന്ന് എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ വാദം ഇന്ന് വീണ്ടും 10:30 തന്നെ കോടതി നടപടികൾ ആരംഭിക്കുന്ന മുറയ്ക്ക് കേന്ദ്ര സർക്കാർ വാദങ്ങൾ ഉന്നയിക്കും. സംസ്ഥാന സർക്കാരും ഈ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നവർക്കൊപ്പം വാദങ്ങൾ ഉന്നയിക്കാൻ അവസരം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നാളെ ആയിരിക്കും സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ കോടതിയിൽ ഉണ്ടാവുക. അത്തരമൊരു ആവശ്യം അംഗീകരിക്കപ്പെട്ടാൽ നാളെ ആയിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് നാളെയാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് നടക്കുക. ആ ഒരു പശ്ചാത്തലം കൂടി എന്തായാലും ഇതിനുണ്ട്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.